മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങളെയും നാമുമായി ബന്ധപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പരിശുദ്ധമായ ജുമുഅ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ജുമുഅ ദിവസമാണ്. റജബ് മാസത്തിനേക്ക് തന്നെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. പ്രത്യേകിച്ചിട്ടും ജുമുഅ ദിവസത്തിനേക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. പരിശുദ്ധമായ ജുമുഅ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിലും പുരയിലുമുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ആജിലായ ശിഫ കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും പറയിട്ടുള്ളൂ, ജുമുഅ ഒരു നാളിൽ സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജുമുഅ ദിവസം. ആ ജുമുഅ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തുനബിന്റെ ഒരു സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ് ഓതൽ. സൂറത്തുൽ കഹ്ഫ് ഈ ലോകത്ത്, ഭൂമി ലോകത്ത് ഓതുന്ന കാലത്തോളം ദജ്ജാലിനിക്ക് ഈ ലോകത്തേക്ക് അഥവാ നമ്മളിലേക്ക് വരാൻ സാധ്യമല്ല. ദജ്ജാലിനെ ഫിത്നയിട്ട് രക്ഷപ്പെടണമെങ്കിൽ അത് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അവന്റെ ഫിത്ന രക്ഷപ്പെടുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മുമ്പ് പറഞ്ഞതാണ്. എങ്ങനെ ആയെങ്കിലും 3 അൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. ഒന്നെങ്കിലും പരിശുദ്ധമായ ഖുർആൻ എടുത്ത് സൂറത്തുൽ കഹ്ഫ് ഓതും. അതിനും തീർന്നില്ലെങ്കിൽ ഒരു 2 പേജെങ്കിലും അത് ഓരോ ആഴ്ചയും ഓതിട്ട് ഇങ്ങനെ എന്താക്കൊണ്ട് ജാസ്തി ആയിക്കൊണ്ട് മാറും. ഇത് തീരെ തരുന്നില്ല ഉസ്താദെ. പഠിക്കണം. ഒന്നാമത്തെ പഠിക്കണത് അക്ഷരങ്ങൾ പഠിക്കണം, എന്നിട്ട് ഖുർആൻ ഓതാൻ പഠിക്കണം. നോക്കിയെങ്കിലും കൂലി കിട്ടും. ഇനി വരാൻ പോകുന്ന മാസങ്ങളൊക്കെ വളരെ ബറക്കത്താക്കപ്പെട്ട പ്രധാനപ്പെട്ട മാസങ്ങളും ദിവസങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതണം. അള്ളാഹു നമുക്ക് മരിക്കുന്ന കാലം വരെ സൂറത്തുൽ കഹ്ഫ് ഓതി പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിക്ക് അള്ളാഹുവിനെ സിയാറത്ത് ചെയ്യാൻ, പടച്ച റബ്ബിനെ സിയാറത്ത് ചെയ്യാൻ, പടച്ച റബ്ബിനെ കാണാനുള്ള ഒരു അവസരം കൊടുത്ത ഒരു മാസമാണ് റജബ് മാസം. എല്ലാവർക്കും അറിയാം. റജബ് മാസത്തിന്റെ 27ാമത്തെ ദിവസമാണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് എത്തിയത്. അതാർക്കും നിഷേധിക്കാൻ സാധ്യമുള്ള കാര്യമല്ല. പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിൽ 1-ാമത്തെ ആയത്ത് തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നാളെ സ്വർഗത്തിൽ എത്താനും മുത്തുനബിന്റെ കൂടെ കൂടാനും പടച്ച റബ്ബിന്റെ ആ പരിശുദ്ധമായ ലിഖാഇനെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ ഉമ്മ, പാപ്പ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, ഉസ്താദുമാർ, ശരീക്കന്മാർ, സ്നേഹിതന്മാർ, നാമുമായി ബന്ധപ്പെട്ട നമ്മെ നാം പിരിസം വെക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് നാളെ സ്വർഗത്തിൽ തന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ആയത്ത് മതി റസൂലുള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി. ഹബീബായ മുത്തുനബിനെ അള്ളാഹു എത്ര ആദരിച്ചു, ഹബീബായ മുത്തുനബിക്ക് അള്ളാഹു എത്രയാണ് ബഹുമാനം നൽകിയത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുത്തുനബി വരെ 1,00,000 അമ്പിയാക്കന്മാർ, മറ്റഭിപ്രായം 2,00,000 ചില്ലാനമുണ്ട്. ഇത്രയും അമ്പിയാക്കന്മാർ അള്ളാഹു തെരഞ്ഞെടുത്ത അവന്റെ ദീനി ദഅവത്തിന് വേണ്ടി നബിയായിട്ട് മുർസലായിട്ട് തെരഞ്ഞെടുത്ത മഹാന്മാർ. ആ മഹാന്മാർ കൂട്ടത്തിൽ
മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അറിയാം. റബ്ബിനോട് സംസാരിക്കാൻ വേണ്ടി നല്ലോണം ആഗ്രഹിച്ച ഒരു നബിയാണ്. അവസാനം തൂർ എന്ന പർവ്വതത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നത് അല്ല, എത്രയോ മറകളെ പിന്നിൽ, എത്രയോ മറ തടകളുണ്ട്. ആ തടന്റെ പിന്നിൽ ആ റബ്ബിനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ റബ്ബിന്റെ ജലാലിയത്താകുന്ന ആ നൂർ കൺമുമ്പിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം ബോധം കെട്ടുവീണു. മനസ്സിലാക്കണം. അതേ സമയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരക്ക് നേരെ ഒരു മറയും ഇല്ലാതെ നേരക്ക് നേരെ കൊണ്ടുപോയിട്ട് സിയാറത്ത് ചെയ്യാൻ കാണാനുള്ള ഒരു ഭാഗ്യം തെരഞ്ഞെടുത്തത് അത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ്. അതിനെക്കാട്ടും വലിയ ഒരു റസൂലുള്ളാഹിന്റെ മദ്ഹ് വേറെന്തുണ്ട്? അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച്, ആ റബ്ബിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാനുള്ള ചാൻസ് കൊടുത്തത് ഹബീബായ മുത്തുനബി. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. ഒരു രാത്രി ജാവുഫുള്ളല്ല, ഒരു രാത്രിന്റെ ചെറിയ ഒരു ഭാഗത്ത്, ചെറിയ ഒരു സമയത്ത് അല്ലാഹു തആല മസ്ജിദുൽ ഹറാം വിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് അവന്റെ അടിമയാകുന്ന ഹബീബായ മുത്തുനബിനെ ഇസ്രാ ചെയ്യിപ്പിച്ചു. ആ റബ്ബ് പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ, ഒരുത്തൻ പരിശുദ്ധനാണ്, അഥവാ അള്ളാഹു പരിശുദ്ധനാണ്. എന്നിട്ട് അള്ളാഹു അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്റാ ചെയ്യിപ്പിച്ചു. ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി, ഒരു മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് എവിടേക്ക്? ഇൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് ചെറിയ ഒരു സമയം കൊണ്ട്, രാത്രിന്റെ ചെറിയ ഒരു സമയം കൊണ്ട് അല്ലാഹു തആല യാത്ര ചെയ്യിപ്പിച്ചു. ആ പടച്ച റബ്ബ് പരിശുദ്ധനാണ്. നോക്കി, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു ബിഅബ്ദിഹി, ബിഅബ്ദിഹി. അവിടെ അബ്ദ് എന്ന ആ പ്രയോഗം അവിടെ കൊണ്ടുവന്നത് റൂഹിനെ മാത്രം കൊണ്ടുപോയതല്ല, റൂഹുമായിട്ട് സ്വപ്നത്തിലോ കിനാവിലോ സംസാരിച്ചതല്ല. അബ്ദ് എന്ന പ്രയോഗം കൊണ്ടുവന്നത് റൂഹും ജസദും, ജസദ് തടി, നമ്മുടെ ആത്മാവും നമ്മുടെ ഈ കാണുന്ന ബോഡിയും, അത് രണ്ടും കൂടിയിട്ടാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഹബീബായ മുത്തുനബിയെ കൊണ്ടുപോയത്. അതാണ് അബ്ദ് എന്ന് ഇമാമിങ്ങൾ നമുക്ക് വിവരിച്ചു തന്നത്. സ്വപ്നത്തിലല്ല, പിന്നെയോ റസൂലുള്ളാഹിന്റെ റൂഹും അതേപോലെ റസൂലുള്ളാഹിന്റെ ജസദും തടിയും രണ്ടും നേരക്ക് നേരെ റബ്ബിന്റെ മുന്നിലേക്ക് അള്ളാഹു തആല കൊണ്ടുപോയിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞു, ഒരിക്കലല്ല, ഏകദേശം അന്ന മിഅ്റാജഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മിഅ്റാജ് അഥവാ മിഅ്റാജ് എന്നത് മസ്ജിദുൽ അഖ്സയിൽ നിന്നിട്ട് 7 ആകാശം, ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മഅമൂർ, അത് കഴിഞ്ഞിട്ട് റബ്ബിന്റെ അടുത്തേക്ക് പോയി ആ യാത്ര. ഇസ്രാ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയ ആ യാത്രക്ക് ഇസ്റാ എന്ന് പറയും. മിഅ്റാജ് എന്ന് പറഞ്ഞത് അവിടുന്ന് ആ മേൽഭാഗത്തേക്ക് ഉയരുന്ന ആവശ്യം. അപ്പോ മഹാന്മാർ പറയുന്നു, അന്ന മിഅ്റാജഹു അലൈഹിസ്സലാം, ഹബീബായ മുത്തുനബിന്റെ മിഅ്റാജ് അത് എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ട്? 34 മറ, 34 പ്രാവശ്യം മിഅ്റാജ് നടന്നിട്ടുണ്ട്. 34 പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ 7 ആകാശം അതിന്റെ അപ്പുറമെല്ലാം പോയിട്ടുണ്ട്. അതിൽ വാഹിദത്തും ബി ജസദിഹി, ഒരൊറ്റ ഒരു വട്ടം ജസദ് കൊണ്ടും അവിടുത്തെ റൂഹ് കൊണ്ടും എന്താണ് മിഅ്റാജ് പോയത്. ഒരു പ്രാവശ്യം മാത്രം അവിടുത്തെ റൂഹ് കൊണ്ടും അതേപോലെ ആ തടി കൊണ്ടും. വൽ ബാക്കി, ബാക്കിയുള്ളതെല്ലാം ബിറൂഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് അഥവാ സ്വപ്നത്തിൽ കിനാവിൽ ആ നിരക്കുണ്ടായത് മിഅ്റാജ് ചെയ്തത്. ഏതുമാവട്ടെ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട്
പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അതാ ഹബീബായ മുത്തുനബിനെ മസ്ജിദുൽ ഹറാമിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു യാത്ര ചെയ്യിപ്പിച്ചു. മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമിനിടയ്ക്ക് എത്ര വഴി ദൂരമുണ്ട്, എത്ര ദൂരമുണ്ട്. നടന്നു പോണ്ടെങ്കിൽ തിങ്ങളക്കണക്കിൽ നടന്നു പോകേണ്ടി വരും. അത്രയും ദൂരമുള്ള ആ മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ അഖ്സന്റെയും ഇടയ്ക്ക് നടന്നു പോകുന്ന തിങ്കൾ കച്ച നടന്നിട്ട് പോണു. അത്രയും വഴി ദൂരമുള്ള ആ സ്ഥലത്തേക്ക് രാത്രിന്റെ ചെറിയ ഒരു ഭാഗത്തിൽ അള്ളാഹു തആല നൽകി അവിടേക്ക് യാത്ര ചെയ്യിപ്പിച്ചു. അത് എങ്ങനെ ചോദിക്കണം? റബ്ബിന് കഴിവുള്ളവനാണ്. എത്രയെല്ലാം പടച്ച് സംവിധാനിച്ച റബ്ബിനിക്ക് അത് എങ്ങനെയെന്ന് ചോദിച്ചെങ്കിലാവാ. അതാണ് റബ്ബിന്റെ ഖുദ്റത്ത്. അപ്പോ ആ യാത്ര ചെയ്യിപ്പിച്ച ദിവസം ഏതാണ്? റജബ് മാസത്തിന്റെ 27ാമത്തെ ദിവസം. റജബ് തിങ്കളുടെ 27ാമത്തെ ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇസ്റാഉം മിഅ്റാജും നടന്നത്. ഏത് ദിവസത്തിലാണ്? തിങ്കളാഴ്ച 2. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏത് കാര്യം എടുത്തു നോക്കിയെങ്കിലും, മുത്തുനബിന്റെ ഏതൊരു പ്രവർത്തനം എടുത്തു നോക്കിയെങ്കിലും അതെല്ലാം തിങ്കളാഴ്ച ഉൾക്കൊണ്ടോണ്ടിരിക്കും. മുത്തുനബി ജനിച്ചത് എപ്പോഴാണ്? തിങ്കളാഴ്ച. മുത്തുനബി വഫാത്തായപ്പോ തിങ്കളാഴ്ച. മുത്തുനബി മക്ക വിട്ട് മദീനയിലേക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവിടെയുള്ള ശത്രുക്കൾ അവിടെ താമസിക്കാൻ വേണ്ടി സമ്മതിക്കാൻ വന്നപ്പോൾ ആ ഹിജ്റ പോയത് എപ്പോഴാണ്? തിങ്കളാഴ്ച. മദീനത്തേക്ക് എത്തിയത് എപ്പോഴാണ്? അതും തിങ്കളാഴ്ച. എല്ലാവും പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഏകദേശം കാര്യങ്ങൾ ഉരിദ യൗമൽ ഇസ്നൈൻ, മുത്തുനബി ജനിച്ചത് തിങ്കളാഴ്ച. വബുഇസ യൗമൽ ഇസ്നൈൻ, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത് അത് തിങ്കളാഴ്ച. അതേപോലെ ലൈലത്തുൽ ഇസ്നൈനി ഖറജ മിൻ മക്ക, അള്ളാഹുവിന്റെ റസൂൽ ഇസ്രാ ചെയ്തത് എപ്പോഴാണ്? തിങ്കളാഴ്ച. വഖറജ മിൻ മക്ക യൗമൽ ഇസ്നൈൻ, മക്കയിൽ നിന്നിട്ട് ഹിജ്റ പോയത് എപ്പോഴാണ്? തിങ്കളാഴ്ച. വദഖലൽ മദീന യൗമൽ ഇസ്നൈൻ, മദീനത്തെ എത്തിയപ്പോ അതും തിങ്കളാഴ്ച. റസൂലുള്ളാഹിന്റെ ഏത് വഫാത്ത് യൗമൽ ഇസ്നൈനി, അള്ളാഹുവിന്റെ റസൂല് ഇവിടെ വഫാത്തായി പോയതും തിങ്കളാഴ്ച ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും ഹബീബായ മുത്തുനബിന്റെ ആ തുടക്കമെല്ലാം തിങ്കളാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതാണ് 54 സുന്നത്ത് നോമ്പ് നോക്കല് ഇത് മുത്തുനബി സുന്നത്താക്കിയത്. അതേപോലെ മഹാന്മാർ ഏതൊരു വിഷയം തുടങ്ങുന്നെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങുന്നുള്ളത്. കാരണം മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ആ ഒരു ബറക്കത്ത് കിട്ടുവാനായിട്ട്. അപ്പോ മുത്തുനബി എന്താക്കിയ യാത്ര ചെയ്യിപ്പിച്ചു. മിനൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്നിട്ട് ഉമ്മുഹാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ആ ഉത്തരായിട്ട് ഇന്ന് കണ്ടു പറഞ്ഞത് മുത്തുനബി കടന്നു. അതേസമയം നോക്കി അതിൽ അത്ഭുതമാണ്. ആ ഔത്ത് ഭർത്താവ് നേരെ ഡോർ തുറന്നൊരു വീഴല്ല എന്ന് എനിക്ക് അത്ഭുതമില്ല. ആ മാടന്നെ, ആ പൊരന്റെ മാടന്നെ റസൂലുള്ളാഹിക്ക് എന്തായി? ബാദലായിട്ട് വന്നു. അതാണ് അത്ഭുതം. ആ മാടന്നെ തുറന്നു വന്നിട്ടാണ് ജിബ്രീൽ ഇസ്ലാം മുത്തുനബിയുടെ അടുത്തേക്ക് വന്നത്. അതിൽ കൂടിയാണ് പുറത്തു പോയത്. അത് തന്നെ ഒരു അത്ഭുതമാണ്. അപ്പോ മസ്ജിദുൽ ഹറാം നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. എന്താണ് മസ്ജിദുൽ ഹറാം? മസ്ജിദുൽ ഹറാം എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? മസ്ജിദുൽ ഹറാം അതായത് പറഞ്ഞാൽ നിർത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതേപോലെ ഒരുപാട് മഹാന്മാർ പറഞ്ഞു, അന്നൽ ഹജറൽ അസ്വദ, കഅബ ശരീഫിന്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഹജറുൽ അസ്വദ് കല്ല് അല്ലാഹു തആല സ്വർഗ്ഗത്തിട്ട് ഭൂമിയിലേക്ക് ഉണ്ടാക്കി ഇറക്കി കൊടുത്തു. സ്വർഗ്ഗത്തിട്ട് ഭൂമിയിലേക്ക് ആ കല്ലിന് അല്ലാഹു ഇറക്കി കൊടുത്തു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് വലഹു ലൗഉൻ, അതിലേക്ക് പ്രകാശമുണ്ട്. ആ കല്ല് കത്തി പ്രകാശിക്കുകയാണ്. അങ്ങനെ ഫകുല്ലു മൗളിൻ ബലഗ ലൗഉഹു കാന ഹറമൻ, അതിന്റെ പ്രകാശം ഏതുവരെ എത്തി? ലൈറ്റ് അടിച്ചെങ്കിൽ ആ ലൈറ്റിന്റെ പ്രകാശം എത്ര ദൂരടിക്കില്ല. അതേപോലെ ഹജറുൽ അസ്വദ് കല്ലിക്ക് ഒരു പ്രകാശം ഉണ്ടായിരുന്നു ചുറ്റുഭാഗത്തും. ആ പ്രകാശം ഏതുവരെ എത്തി?
അത് മുതൽക്ക് അല്ലാഹു തആല ഹറമായിട്ട് നിശ്ചയിച്ചു. ഹദ്ദുൽ ഹറം, ഹറമിന്റെ ഇത് നോക്കി. ചില ഭാഗത്ത് നോക്കുമ്പോൾ, ജിദ്ദന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഏകദേശം 10 കിലോമീറ്ററോളം. ഐസാബ ഇത് തൻഈമിന്റെ ഭാഗം നോക്കുമ്പോൾ 5-6 കിലോമീറ്ററോളം. ത്വായിഫിന്റെ ഭാഗം നോക്കുമ്പോൾ 19 കിലോമീറ്റർ വരെ ദൂരമുണ്ട് ഹറം. അതിനുള്ളിൽ എവിടെ ഒരു സുബ്ഹാനല്ലാഹ് ചെന്നെങ്കിലും 1,00,000 കൂലി കിട്ടും. മസ്ജിദുൽ ഹറാം പള്ളിയിലെ ചുറ്റുഭാഗത്തുള്ള അതിർത്തിയുണ്ട്, ഹറമായിട്ട് നിശ്ചയിച്ച സ്ഥലമുണ്ട്. അത് എങ്ങനെയാണ് ഹറമായിട്ട് നിശ്ചയിച്ചെന്ന് പറയുന്നത്? അപ്പൊ ഹജറുൽ അസ്വദ് കല്ല് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയപ്പോൾ അതിനൊരു പ്രകാശമുണ്ടായിരുന്നു. ആ പ്രകാശം ഏതുവരെ എത്തി? അത് മുതൽ എന്താണ് ഹറമായിട്ട് അല്ലാഹു നിശ്ചയിച്ചു. അതൊരു അഭിപ്രായം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് എന്താക്കി ഇറക്കി. ഇതിന്റെ വിഷയമാണ്. ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ഖറ സാജിദൻ മുഅ്തദിറൻ, നല്ലോണം കരഞ്ഞു പോയി. സ്വർഗത്ത് ഭൂമിയിലേക്ക് വന്നതല്ലേ, അവിടെ നിന്ന് ഒരുപാട് സുജൂദ് ചെയ്തു, റബ്ബിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്ത് ഒരു ദിവസം ഫഅർസലല്ലാഹു തആല ജിബ്രീല ബഅദ 40 സന, 40 വർഷമായത് പിന്നെ ഭൂമിയിലേക്ക് വന്നിട്ട് 40 വർഷമായത് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ഇതാക്കി കടത്തി കൊടുത്തു. എന്തൊക്കെ? യുഅല്ലിമുഹു ബിഖബൂലി തൗബതിഹി, മൂസാ നബി ഇത് ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ തൗബയെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ദുആ അല്ലാഹു തആല കബൂലാക്കിയിട്ടുണ്ട്. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഇത് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഉണ്ടാക്കി ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് കടത്തി. നിങ്ങൾ ദുആ അല്ലാഹു കേട്ടിട്ടുണ്ട്. എത്ര 40 വർഷം കഴിഞ്ഞത് പിന്നെ എന്ന് ആ പഠിപ്പിച്ച് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ആദം നബി അലൈഹി ഇസ്ലാം വന്നപ്പോൾ, ഇത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഫശക്കാ ഇലല്ലാഹി മാ ഫാതഹു മിന തവാഫി ബിൽ അർശി, അള്ളാഹുവിന്റെ നബിയാകുന്ന നമ്മുടെ വാപ്പയാകുന്ന ആദം നബി അലൈഹി ഇസ്ലാം റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് സ്വർഗലോകത്തിരിക്കുമ്പോൾ അവിടെ അർശുണ്ടായിരുന്നു, ബൈത്തുൽ മഅമൂർ കഅബ ശരീഫിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ ഞാൻ എപ്പോഴും തവാഫ് ചെയ്യുമായിരുന്നു, അത് തവാഫ് ചെയ്യുമായിരുന്നു. പക്ഷേ ഭൂമിയിൽ എത്തിയപ്പോൾ ആ തവാഫ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അവിടെയുള്ള മലായിക്കകളെ കാണുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹ്, ഈ ഒരു ബേജാറ്, ഈ ഒരു പ്രയാസം റബ്ബിനോട് ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോൾ അല്ലാഹു തആല ബൈത്തുൽ മഅമൂർ, ആകാശ ലോകത്തുള്ള ബൈത്തുൽ മഅമൂർ കഅബ ശരീഫിനെ പോലെയുള്ള ഇന്നും ഉണ്ട് ആകാശ ലോകത്തിൽ, ആകാശപ്പുറം ബൈത്തുൽ മഅമൂർ, ആ പള്ളി അല്ലെങ്കിൽ ആ ബൈത്തുൽ മഅമൂറിനെ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് കടത്തി കൊടുത്തു. ആ കടത്തിയപ്പോൾ അത് മശ്രിക്കിന്റെയും മഗ്രിബിന്റെ ഇടക്ക് പ്രകാശിക്കാൻ തുടങ്ങി. ഏത്? ആ ബൈത്തുൽ മഅമൂർ. അപ്പൊ ശൈത്താന്മാരും ജിന്നുകളും എന്തായി? പേടിച്ചിട്ട് അപ്രായം, ഇതെന്തിനാ പ്രകാശം അത്രയും വെളിച്ചതൊക്കെ. അങ്ങനെ ഈ കാഫിരീങ്ങളാകുന്ന ജിന്നുകളും ശൈത്താന്മാരും ഇത് ഏത് ഭാഗത്ത് എവിടുന്ന് ഈ പ്രകാശം വന്നോണ്ടുള്ളൂ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ അത് മക്കത്ത് വന്നോണ്ടുള്ളൂ. അതെന്താക്കിയാറ്? അവിടെ വരുമ്പോ അല്ലാഹു തആല മലായിക്കകളെ കൊണ്ടുണ്ടാക്കി കഅബാസ്, ഇന്ന് കാണുന്ന കഅബ ശരീഫിന്റെ ആ ചുറ്റുഭാഗത്തും മലായിക്കകളെ കൊണ്ട് ചൈനായിട്ട് ഇല്ലേ ഇങ്ങനെ റൗണ്ടപ്പായിട്ട് മലക്കുകൾ അല്ലാഹു നിർത്തി. ഇന്ന് കാണുന്ന കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്തുള്ള ഹറമുണ്ടല്ലേ, ആ ഹറമിന്റെ ഇങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടാക്കി മലായിക്ക ഒളിപ്പിച്ചു. എന്നിട്ട് വന്ന ആ ശൈത്താന്മാരെ, ആ ആൾമാരെന്താക്കി? ആ മലക്കുകൾ ആട്ടി ഓടിച്ചു. അന്ന് മലക്കുകൾ എത്ര ദൂരം ഇങ്ങനെ കവറായിട്ട് നിന്നിനി, അത് മുതൽ ആ പള്ളി വരെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ള എല്ലാ സ്ഥലവും ഹറമായിട്ട് അല്ലാഹു ഉണ്ടാക്കി നിശ്ചയിച്ചു. ഹറമായിട്ട് അത് എല്ലാ ഭാഗവും ഒരുപോലെയല്ല. ത്വായിഫിന്റെ ഭാഗത്ത് വരുമ്പോൾ ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. ജിദ്ദന്റെ ഭാഗത്ത് നോക്കുമ്പോൾ 11 കിലോമീറ്റർ ഉണ്ട്. തൻഈമിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ 5-6 കിലോമീറ്റർ. അതിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലവും ലക്ഷങ്ങൾ പ്രതിഫലം കിട്ടും.